അയ്യ വണക്കം. കഴിഞ്ഞ ദിവസമാണ് ദുബായ് എയർ ഷോയിൽ വെച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള LCA അഥവാ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള തേജസ് ക്രാഷ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുബായ് എയർ ഷോയിൽ വെച്ച് ഇത് തകർന്നു വീഴുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളെല്ലാം വൈറലായിട്ട് പ്രചരിച്ചതാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാനി ജേർണലിസ്റ്റുകളും പാകിസ്ഥാൻ മാധ്യമങ്ങളുമെല്ലാം പ്രധാനമായിട്ടും ഇത് തകർന്നു വീണപ്പോൾ കളിയാക്കി ചിരിക്കുകയും പാകിസ്ഥാൻ മാധ്യമങ്ങളിലും പാകിസ്ഥാൻ്റെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള പല പല പ്ലാറ്റ്ഫോമുകളിലും ഈ വിമാനത്തിന് ഓയിൽ ലീക്കേജ് ഉണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ നമുക്ക് തുടക്കം മുതൽ പരിശോധിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യത്തിൽ പറയാനായിട്ടുണ്ട്. എങ്കിലും വളരെയധികം ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കാം. ഇത് തേജസ് എന്ന് പറയുന്ന വിമാനം ഇന്ത്യയുടെ വളരെയധികം പ്രതീക്ഷയുള്ള ഒരു വിമാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഈ വിമാനം നമ്മൾ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കിയ ഒരു രാജ്യമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളിലും തേജസ് തകർന്നു വീണതിൻ്റെ പിന്നിൽ അമേരിക്കയാണോ എന്നുള്ള സംശയം അവർ ഉയർത്തുന്നുണ്ട്. ബട്ട് ദീസ് ആർ ആൾ മിയർ കോൺസ്പിറസീസ്. അതായത് ഇതെല്ലാം വെറും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ മാത്രമാണ്. IAF അതായത് നമ്മുടെ ഇന്ത്യൻ ആർമി കൃത്യമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമേ ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സ് അത് പറയാനുള്ള സാധ്യതയില്ല. കാരണം ബിക്കോസ് ഓഫ് ദ സെക്യൂരിറ്റി ഇഷ്യൂസ്. അറിയാമല്ലോ, തേജസ് എന്ന് പറയുന്ന വിമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിമാനം ഒരുപാട് രാജ്യങ്ങൾ കണ്ണുവച്ചിട്ടുള്ളൊരു വിമാനമാണ്. ഒരു ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ വിമാനം അർജൻറ്റീന, മലേഷ്യ പോലുള്ള പല രാജ്യങ്ങളും വാങ്ങിക്കാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിമാനത്തിൻ്റെ ക്രാഷ് റേറ്റ് എന്ന് പറയുന്നത് 2001 ഈ വിമാനം ആദ്യമായിട്ട് പരീക്ഷണ പറക്കൽ നടത്തുന്നത്, അതായത് ടെസ്റ്റ് പറക്കൽ നടത്തുന്നത്. ഇതിന് ശേഷം 2004 വരെ ഈ വിമാനം ക്രാഷ് ആയിട്ടില്ല എന്നുള്ളതാണ് ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് 2004 വരെ ക്രാഷ് ആകാത്തത്? അത് ആ വിമാനത്തിൻ്റെ വിശ്വാസ്യതയെ സൂചിപ്പിക്കുന്നു. പക്ഷേ 2004 രാജസ്ഥാനിലെ ജയ്സാൽമീരിൽ വെച്ച് ഈ വിമാനം ആദ്യമായിട്ട് ക്രാഷായി. ലോകമാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം രണ്ടാമതായിട്ട് ഇപ്പോൾ ദുബായിൽ നടക്കുന്ന എയർ ഷോയിലാണ് ഈ വിമാനം ക്രാഷ് ആകുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് എന്താണിപ്പോൾ നടക്കുന്നത് എന്ന് പരിശോധിക്കാം. എന്നിട്ട് മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിനകത്ത് നിങ്ങൾക്കറിയാത്തൊരു വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പോൾ സാങ്കേതികമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിൽ യുദ്ധത്തിലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചിട്ടില്ല എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും ഇന്ത്യയുടെ കരസേനാ മേധാവിയായിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദിയും ഇന്ത്യയുടെ CDS ആയിട്ടുള്ള അനിൽ ചൗഹാനും എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് പാകിസ്ഥാനെ അടിക്കാനായിട്ട് ഇന്ത്യ വലിയ രീതിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അണിയറയിൽ വലിയ പ്രക്രിയകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഇപ്പോഴും ഒരു ഹൈ ടെൻഷൻ മോഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഹൈ ടെൻഷൻ മോഡിൽ നമ്മുടെ രാജ്യം പൊക്കോണ്ടിരിക്കുമ്പോഴും നമ്മുടെ സിവിലിയൻസിലേക്ക് അത് എത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് രാജ്യത്തെ ഭരണകർത്താക്കളുടെ ഒരു വൈദഗ്ധ്യമാണ് എന്ന് എടുത്തു പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. എന്നിരുന്നാലും ഇടയ്ക്ക് വന്ന് രാജ്നാഥ് സിംഗും നമ്മുടെ CDS ആയിട്ടുള്ള അനിൽ ചൗഹാൻ അടക്കം പറയുന്നുണ്ട് ഇനിയൊരു യുദ്ധം ഉടനെ സംഭവിക്കാം. അങ്ങനെ ഒരു യുദ്ധം ഉടനെ സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? അത് സിവിലിയൻസിനെ ബാധിക്കാനുള്ള സാധ്യത 50-50 ആണ് എന്നാണ് അവർ പറയുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ പ്രക്രിയ നിർത്തിവച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ 2.0 കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആർമി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ തിരിച്ചറിയാത്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിനകത്ത് 2.0 തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ മരണപ്പെട്ടു പോയിട്ടുള്ള ആദ്യത്തെ CDS ചീഫ് ഡിഫൻസ് ആയിട്ടുള്ള നമ്മുടെ ബിപിൻ റാവത്ത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇനി ഇന്ത്യ ഒരു യുദ്ധത്തിനായി തയ്യാറെടുക്കുകയാണെങ്കിൽ ഇന്ത്യ 2.5 വാർ ഫ്രണ്ട് തുറക്കേണ്ടി വരും. അതായത് 2.5. ഒന്ന് ഇന്ത്യ തുറക്കുന്നത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലേക്ക് ആയിരിക്കും. രണ്ടാമത് ഇന്ത്യ എങ്ങോട്ടാണ് തുറക്കുന്നത്? രണ്ടാമത് ഇന്ത്യ തുറക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ചൈനയിലോട്ടോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോട്ടോ ആയിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിലോട്ടായിരിക്കാനാണ് സാധ്യത കൂടുതൽ. നമ്മളെ നോർത്ത് ഈസ്റ്റിലായിരിക്കും നമ്മളത് തുറക്കാൻ പോകുന്നത്. അടുത്തത് എവിടെയാണ്?
നമ്മൾ തുറക്കാൻ പോകുന്നത്. 0.5 എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ വാർ ഫ്രണ്ട് തുറക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിനകത്താണ്. അതായത് നമ്മൾ മറ്റ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് സ്ഫോടനം നടത്താനും നമ്മുടെ രാജ്യത്തിനകത്ത് ഭക്ഷണത്തിൽ വിഷം കലർത്താനും നമ്മുടെ രാജ്യത്തിനകത്ത് കലാപം സൃഷ്ടിക്കാനുമായിട്ട് ഒരുപറ്റം ആൾക്കാർ നമ്മുടെ രാജ്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഫണ്ടിങ്ങോടുകൂടി പതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് വേണം ആദ്യം തുറക്കാനായിട്ട്, ആദ്യം ആ വാർ ഫ്രണ്ട് തുറക്കാനായിട്ട്. അതുകൊണ്ട് ആ 0.5 വാർ ഫ്രണ്ട് ഇന്ത്യ സ്വാഭാവികമായിട്ടും തുറന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഡൽഹി സ്ഫോടനമൊക്കെ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഡൽഹി സ്ഫോടനം ഉണ്ടാകുന്നത്? ഡൽഹി സ്ഫോടനം ഉണ്ടാകുന്നത് ഈ ഭീകരവാദികളെ പിടികൂടാനുള്ള പ്രക്രിയ ഓൾറെഡി സർക്കാരും ഓൾറെഡി കേന്ദ്ര ഏജൻസികളും ഓൾറെഡി ജമ്മു പോലീസും എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ആരംഭിച്ച് ഇവരെ പിടികൂടാനായിട്ട് പരക്കം പായുന്ന സാഹചര്യത്തിലാണ് ഇവർക്ക് ബോംബ് പോലും ഉണ്ടാക്കാൻ കഴിയാതെ ആ ബോംബ് ഉണ്ടാക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു ഇവർ എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് പൊട്ടിക്കുന്നത്. അങ്ങനെയാണല്ലോ ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രക്രിയ നമ്മുടെ രാജ്യത്ത് ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില റിപ്പോർട്ടുകൾ മാത്രം ഞാൻ പറയും, ഇതൊന്നും മലയാള മാധ്യമങ്ങളൊന്നും വരത്തില്ല. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ നിന്ന് 3.15 കോടി രൂപ സീസ് ചെയ്തു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? 3.15 കോടി രൂപ സീസ് ചെയ്തു. ഞാൻ മാധ്യമങ്ങളുടെ പേര് പറയാം. കേരളത്തിൽ ഒരു മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഐ വാസ് ജസ്റ്റ് ഷോക്ക്ഡ്. ഞാനാണെങ്കിൽ ഞെട്ടിപ്പോയി ഇത് കണ്ടപ്പോൾ. ഈ വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ മാധ്യമങ്ങളൊന്ന് ചിതറി നോക്കി, അല്ലെ ഒന്ന് പരതി നോക്കി. 3.15 കോടി രൂപയാണ് സീസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും കസ്റ്റംസ്. ഈ പണം എവിടെ നിന്ന് വന്നു? ഈ പണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സൽമാൻ കണ്ടത്തിൽ എന്ന് പറഞ്ഞ ഒരാളെയാണ്. ഈ ക്യാഷ് സീസ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായിട്ട് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഈ വാർത്ത ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്, നമ്മുടെ ഗൂഗിളിൽ ഈ വാർത്തയെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്, എനിക്ക് പേര് പറയുന്നതിൽ യാതൊരുവിധ മടിയുമില്ല, മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനലിൽ മാത്രമാണ് എനിക്കിത് കാണാനായിട്ട് സാധിച്ചത്. വേറെ ഒരു ചാനലിലും ഞാൻ ഈ വാർത്ത കണ്ടിട്ടില്ല. ഇത് വളരെയധികം ഷോക്കായിപ്പോയി എനിക്ക്. ബേസിക്കലി ഞാൻ സ്റ്റബേണായിപ്പോയി, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി. ഇനി രണ്ടാമത്തൊരു വിഷയമെന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ നിന്ന് അത് സീസ് ചെയ്യുന്നു. ഈ പണം, ഈ കള്ളപ്പണം, ഈ FCRA റൂൾസ് വയലേറ്റ് ചെയ്യുന്ന സകലമാന ടീംസിനെ പിടിക്കുന്നുണ്ട്. ഈ സകലമാന ടീംസിനെ പിടിക്കുന്നത് എന്തിനാണ്? ഈ ഭീകരവാദത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ശിലയെന്ന് പറയുന്നത് ഇവർക്കുള്ള ഫണ്ടിങ് ആണ്. ആ ഫണ്ടിങ് തടയണം, ആ പൈസ പിടിച്ചെടുക്കണം, ബേസ്മെൻറ്റ് തകർക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പ്രക്രിയയിലോട്ട് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ കേരളത്തിൽ നിന്ന് സീസ് ചെയ്യുന്നു. ദക്ഷിണേന്ത്യയിൽ വലിയ മുന്നൊരുക്കങ്ങൾ നടക്കുന്നു. പോരാത്തതിന് ആഫ്റ്റർ സൗത്ത് കശ്മീരിന് ശേഷം JK പോലീസ് ഹന്ദ്വാരയിലെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് നടക്കുകയാണ്. ജമ്മു കാശ്മീരിൽ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് നടക്കുകയാണ്. രാജ്യത്തെ സകലമാനമുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വലിയ ഓപ്പറേഷൻസ് നടക്കുകയാണ്. ഈ വൈറ്റ് കോളർ ഭീകരവാദികളെ കണ്ടെത്താനുള്ള ഓപ്പറേഷൻ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിൻ്റെ എക്സസൈസ് നടക്കുന്നത്. കാരണം നമ്മളൊരു രാജ്യവുമായി യുദ്ധത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് ബംഗ്ലാദേശികൾ ചാവേറുകളായി മാറാൻ പാടില്ല. എന്തുകൊണ്ടാണ് SIR എന്ന് പറയുന്ന ഈ പ്രക്രിയ ഇപ്പോൾ തന്നെ വന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ നമ്മുടെ SIR വന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഉടനെ തന്നെ ഒരു യുദ്ധമുഖത്തേക്ക് കടക്കാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് SIR ഇപ്പോൾ കൃത്യമായിട്ട് വന്ന് ഈ ബംഗ്ലാദേശികളെയൊക്കെ പിടിച്ച് പുറത്താക്കാനുള്ള വലിയ നീക്കം നമ്മുടെ കേന്ദ്ര സർക്കാർ നടക്കുന്നത്. വെറുതെ അല്ല ഇതൊന്നും നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തതായിട്ട് പഞ്ചാബിലെ പാകിസ്ഥാൻ ടെറർ മോഡ്യൂളിനെ ലുധിയാനയിൽ കഴിഞ്ഞ ദിവസം പഞ്ചാബ് പോലീസ് കംപ്ലീറ്റ് ആയിട്ട് ബസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. SIR നടക്കുന്നുണ്ട്. 2 ചൈനീസ് മെയ്ഡ് ഗ്രനേഡുകളും പിസ്റ്റളുകളുമാണ് അവിടെ കണ്ടെടുത്തിട്ടുള്ളത്. 3 പേരാണ് അവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അൽഫലയിലെ ഫൗണ്ടറായിട്ടുള്ള ജാവേദ് സിദ്ദിഖിയുടെ വീട് ഡെമോളിഷ് ചെയ്യാനായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പോരാത്തതിന് അൽഫലയിലുള്ള പല ഡോക്ടർമാരും ഒളിവിലാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഉമർ നബി തുർക്കിയിൽ പോയപ്പോൾ ഉമർ നബി സിറിയ ബേസ്ഡ് ടെറർ മോഡ്യൂൾ അല്ലെങ്കിൽ ടെറർ ഓപ്പറേറ്റീവുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പോരാത്തതിന് മുർഷിദാബാദിൽ പോലീസ് ക്രൂഡ് ബോംബ്സ് റെയ്ഡ് ചെയ്ത് പിടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ കോൾ മാഫിയ നെറ്റ്വർക്സിൻ്റെ 40 ലൊക്കേഷൻസിലാണ് അവിടെ ED റെയ്ഡ് നടത്തിയത് എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഡോവൽ, നമ്മുടെ അജിത് ഡോവൽ, നമ്മുടെ
സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ അദ്ദേഹം ബംഗ്ലാദേശിലേക്ക് പോയി അവിടെയുള്ള NSAയെ കാണുന്നു. അദ്ദേഹം ഇപ്പോൾ നിലവിൽ റഷ്യയിലേക്ക് നമ്മുടെ എസ് ജയശങ്കറിൻ്റെ കൂടെ അകമ്പടി സേവിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു. വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുമാത്രമല്ല FCRA വയലേഷൻസ് നടത്തിയ ജമാഅൽ ഇസ്ലാമിയ ഇഷാത്തുൽ ഉലൂം എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയ്ക്കെതിരെ മഹാരാഷ്ട്രയിൽ നടപടിയെടുക്കാനുള്ള റിപ്പോർട്ട് കേന്ദ്രം കൊടുക്കുന്നു. അങ്ങനെ സകലമാന ദക്ഷിണേന്ത്യ എന്നില്ല, ഉത്തരേന്ത്യ എന്നില്ല, എന്തിനു പറയുന്നു, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോലും വലിയ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനകത്തുള്ള 0.5 ആഭ്യന്തര ശത്രുക്കളെ കണ്ടെത്താൻ ഈ രാജ്യത്തിനകത്ത് പതുക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ മുഴുവൻ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പല രീതിയിലുള്ള പല എക്സസൈസസ് അല്ലെങ്കിൽ പല ഓപ്പറേഷൻസ് രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇവരുടെ ഫണ്ടിങ് എല്ലാം പല ഭാഗത്തു നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കസ്റ്റംസ് ആയിക്കോട്ടെ, ED ആയിക്കോട്ടെ, NIA ആയിക്കോട്ടെ, IB ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും അവിടുത്തെ പോലീസും ആയിക്കോട്ടെ, കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻസ് നടക്കുന്നതാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ 2.0 നമ്മുടെ 0.5 വാർ ഫ്രണ്ട് ഓൾറെഡി നമ്മൾ തുറന്നു കഴിഞ്ഞു. അപ്പോൾ ഈ സാഹചര്യം, ഇത്രയും പറഞ്ഞത്, ഈ സാഹചര്യത്തിലാണ് തേജസ് എന്ന് പറയുന്ന വിമാനം ക്രാഷ് ആയത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഇനി ഈ വിമാനം വീണതാണോ അല്ലെങ്കിൽ ഈ വിമാനം വീഴ്ത്തിയതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്കത് കൃത്യമായിട്ട് പരിശോധിക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിൽ നമ്മളൊരു കോൺസ്പിറസി തിയറിയുമില്ല. ഇനി വേറെ പല ആൾക്കാരും ഈ വിമാനം വീഴ്ത്തിയത് അമേരിക്കയാണ്, ഈ വിമാനം വീഴ്ത്തിയത് പാകിസ്ഥാനാണ്, ഇത് തുർക്കി നേരിട്ട് വന്ന് വീഴ്ത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കോൺസ്പിറസി തിയറി അടിക്കുന്നെങ്കിൽ അടിച്ചോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം യഥാർത്ഥത്തിൽ ഇതെങ്ങനെയാണ് വീണത്. കാരണം എൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള വിമാനമാണ്. എൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള വിമാനം വീഴ്ത്താൻ കെൽപ്പുള്ള ആരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് എൻ്റെ കൂടെ അഭിമാന പ്രശ്നമാണല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മളിത് പഠിക്കണം, പരിശോധിക്കണം. ഇനി ഈ കാര്യത്തിലേക്ക് കൃത്യമായിട്ട് വരികയാണെങ്കിൽ, തേജസ്സിൽ ഓയിൽ ലീക്ക് ഉണ്ടായി എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത് പാകിസ്ഥാൻ. പക്ഷേ ഇത് തെറ്റാണ്. ഓയിൽ ലീക്ക് ഉണ്ടാകാനുള്ള സാഹചര്യം തേജസ്സിൽ ഇല്ല എന്ന് പറയാനായിട്ടുള്ള കാരണം, നമ്മുടെ ഈ ഇടയ്ക്ക് ഒരു വാർത്ത പുറത്തു വന്നില്ല. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ രക്ഷിച്ചു അത്രേ. എങ്ങനെ രക്ഷിച്ചു? പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലാനായിട്ട് സ്നൈപ്പറും കൊണ്ട് ആൾ ഹോട്ടലിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ 40 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ കാറിനകത്ത് ഇരുത്തി എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നു. അതൊരു കോൺസ്പിറസി തിയറിയാണ് ബേസിക്കലി. കാരണം റഷ്യൻ പ്രസിഡന്റ് രക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ അതിലും ഭേദം ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പ്രതിപക്ഷമൊക്കെ അത് ഏറ്റെടുത്തേനെ. അപ്പോൾ ഇതിലൊന്നും ഒരു കഥയും ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ലോകോത്തര നിലവാരമുള്ള ആ ഒരു സെക്യൂരിറ്റി ഏത് തരത്തിലാണ്, നമ്മുടെ നമ്മുടെ SPG, പോലെ തന്നെ നമ്മുടെ ഇൻ്റലിജൻസ്, അങ്ങനെ സകല ആൾക്കാരും ഏത് രീതിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു വിമാനം ഇറക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വിമാനം, അത് യുദ്ധത്തിനായിക്കൊള്ളട്ടെ, അത് എയർ ഷോയ്ക്കായിക്കൊള്ളട്ടെ, അത് ടെസ്റ്റിനായിക്കൊള്ളട്ടെ, വിമാനം ഇറക്കുമ്പോൾ 100 വട്ടം ആ വിമാനം ഇൻസ്പെക്ട് ചെയ്യും. 100 വട്ടം. ആ 100 വട്ടം വിമാനം ഇൻസ്പെക്ട് ചെയ്ത് ആ വിമാനത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആ വിമാനം നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ, പുറത്തിറക്കുകയുള്ളൂ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓയിൽ ലീക്ക് വന്നു എന്നുള്ള ആ വിഷയം പാകിസ്ഥാൻ പടച്ചു വിട്ടിരിക്കുന്നത് ഒരു ഫേക്ക് ന്യൂസാണ് എന്ന് പല മാധ്യമങ്ങളും ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്. എന്തായാലും അതവിടെ നിന്നോട്ടെ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വിമാനം മാത്രമല്ല, T-72, T-90 ടാങ്കുകൾ അടക്കമുള്ളവ, അവിടെയുള്ള ബുള്ളറ്റുകളായിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, ഒരു പിസ്റ്റൽ പോലും കൃത്യമായിട്ടുള്ള ഇൻസ്പെക്ഷൻ ഇല്ലാതെ ആർമി എന്ത് ചെയ്യത്തില്ല, അവർ യുദ്ധമുഖത്തേക്ക് വിടത്തില്ല, അല്ലെങ്കിൽ അവരൊരു ഷോയ്ക്ക് വിടത്തില്ല, അവരൊരു ടെസ്റ്റിന് വിടത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് എയർക്രാഫ്റ്റ് ആയിക്കോട്ടെ, ടാങ്ക് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. എന്തായാലും തേജസ് ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിമാനമാണ് എന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും എയർ ഷോ നടക്കുമ്പോൾ 200 മുതൽ 300 ഫീറ്റ് മുകളിലാണ് ഇത് പറന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നോർമൽ പൈലറ്റിന് ഈ വിമാനം ഇങ്ങനെ പറത്താനായിട്ട് സാധിക്കില്ല. ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പൈലറ്റിന് മാത്രമേ ഈ വിമാനം ഇങ്ങനെ പറത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പറത്തിയിരുന്നത് വിം കമാൻഡറായിട്ടുള്ള നമാൻ സിയാലാണ്. 37 വയസ്സാണ് അദ്ദേഹത്തിന്. ഹിമാചൽ പ്രദേശിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ ഈ വിമാനത്തോടൊപ്പം തന്നെ അദ്ദേഹവും വീരമൃത്യു വരിച്ചു എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ബേസിക്കായിട്ട് ഇവിടെ നടന്നിരിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് മുമ്പേ ഓയിൽ ലീക്കേജും എൻജിൻ ഇഷ്യൂസും ഉണ്ടെങ്കിൽ വേറൊരു സാധ്യത മുന്നിൽ നിലനിൽക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഈ വിമാനം എങ്ങനെയാണ് ക്രാഷ് ആവുന്നത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ വിമാനം നേരെ താഴേക്ക് വരുന്നു. താഴേക്ക് വന്ന ശേഷം വിമാനം പറന്നു പൊങ്ങാനുള്ള ഒരു രീതിയിലേക്കാണ് അത് താഴേക്ക് വരുന്നത്. നേരെ താഴേക്ക് വരുന്നു. താഴേക്ക് വന്ന ശേഷം ആ വിമാനം അവിടെ നിന്ന് പറന്നു പൊങ്ങാൻ ശ്രമിക്കുന്നു എന്ന് ഒരു കാഴ്ചക്കാരൻ തോന്നും. അങ്ങനെ തോന്നുന്ന സാഹചര്യത്തിൽ അത് പൊങ്ങുന്നില്ല. ആ വിമാനം പൊങ്ങുന്നില്ല. ആ വിമാനം പിന്നീട് നേരെ കുത്തനെ താഴേക്കിടിച്ച് ഒരു തീഗോളമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ ഓയിൽ ലീക്കും എൻജിൻ്റെ യാതൊരുവിധ തകരാറും ഇല്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, അങ്ങനെ ഓയിൽ ലീക്കും എൻജിൻ തകരാറും ഉണ്ടെങ്കിൽ പൈലറ്റിനത് നേരത്തെ അറിയാൻ സാധിക്കുകയും അദ്ദേഹത്തിന്
ഇജക്റ്റ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അതായത് വിമാനം തകരും അല്ലെങ്കിൽ വിമാനത്തിന് എന്തെങ്കിലും തകരാറുണ്ട്, വിമാനം കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ പൈലറ്റിന് ഉടനെ തന്നെ വിമാനത്തിൽ നിന്ന് തൻ്റെ സീറ്റ് ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് ചാടാൻ സാധിക്കും. പക്ഷേ ഇവിടെ അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആ താഴെ വന്നിട്ട് ഗ്രാവിറ്റിക്ക് വിപരീതമായിട്ട് നെഗറ്റീവ് ജി മോഡിൽ ആ വിമാനത്തെ ഉയർത്താം എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഒരുപക്ഷെ ആ പൈലറ്റിൽ ഉണ്ടായിരിക്കണം. എന്നാൽ അത് നടക്കുന്നില്ല എന്ന് നമുക്ക് പ്രാഥമികമായി വേണമെങ്കിൽ വിലയിരുത്താം. അങ്ങനെയാണ് ഡിഫൻസ് എക്സ്പേർട്സ് എല്ലാം നിലവിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് ഇജക്റ്റ് ചെയ്യാത്തത്. ഇജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാമായിരുന്നു ഈ വിമാനത്തിന് എന്തോ തകരാറുണ്ട് എന്ന് നമുക്ക് കൃത്യമായി ഉറപ്പിക്കാമെന്ന്. പക്ഷേ അദ്ദേഹം ഇജക്റ്റ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് അപ്പോഴും ഉറപ്പുണ്ട് ഈ വിമാനം പറന്നു പൊങ്ങും എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് എന്നാണ് ഡിഫൻസ് എക്സ്പേർട്സ് എല്ലാം പ്രധാനമായിട്ടും പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിമാനം താഴെ വന്നപ്പോൾ പോലും അദ്ദേഹം ഇജക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ എയർക്രാഫ്റ്റ് റിട്രീവ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു എന്നും പല ഡിഫൻസ് എക്സ്പേർട്സും ഇപ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത സംഭവം എന്താണ്? ഇനി അടുത്ത സംഭവം, ഈ വിമാനത്തിന് ഈ തേജസ് ഈ ആൾട്ടിറ്റ്യൂഡ് ലോസ്റ്റ്, അതായത് സഡൻലി തേജസ് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് വ്യതിചലിച്ചു പോയി, ലോസ്റ്റ് ചെയ്തു. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വിമാനം തകരാനെന്നാണ് ഡിഫൻസ് എക്സ്പേർട്സ് എല്ലാം പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ലോസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ഇതിന് നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഈ നോർമൽ ഗ്രാവിറ്റിയെ ഭേദിച്ചുകൊണ്ടാണല്ലോ ഒരു വിമാനം മുകളിലേക്ക് പറന്നു പോകുന്നത്. പോരാതെ തന്നെ ഈ നെഗറ്റീവ് ജി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നോർമൽ ഗ്രാവിറ്റിയെ ഭേദിച്ചുകൊണ്ട് പോകുന്നതിനാണ് നമ്മൾ നെഗറ്റീവ് ജി എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് ജി സ്വാഭാവികമായിട്ടും ഒരു വിമാനത്തിൽ അല്ലെങ്കിൽ ഒരു യുദ്ധവിമാനത്തിൽ ഒരു പൈലറ്റ് നേരിടുന്ന ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പറക്കൽ പ്രക്രിയയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പറക്കൽ പ്രക്രിയ കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്തില്ലെങ്കിൽ ആ പൈലറ്റിന് എന്ത് സംഭവിക്കാം? ഇറ്റ് ക്യാൻ ലീഡ് ടു കോൺഷ്യസ്നെസ് നഷ്ടപ്പെടാം. ആ പൈലറ്റിന് കോൺഷ്യസ്നെസ്, അതായത് തല കറങ്ങാം. നമ്മൾക്കറിയാം ഈ വിമാനങ്ങളെല്ലാം പറത്തുമ്പോൾ, ഈ ഫൈറ്റർ ജെറ്റുകൾ പറത്തുമ്പോൾ പൈലറ്റിന് അത്യധികം വൈദഗ്ധ്യം വേണം. കാരണം ഈ വിമാനങ്ങൾ പറത്തുന്നത് വെറുതെ ഇങ്ങനെ മാത്രമല്ല പറത്തുന്നത്, തിരിച്ചും മറിച്ചുമെല്ലാം അവർ പറത്തുന്നത് കണ്ടിട്ടുണ്ട്. കുത്തനെ താഴോട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്, അതിനുശേഷം മുകളിലേക്ക് കുത്തനെ എടുത്തുകൊണ്ട് പോകുന്നത്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കോൺഷ്യസ്നെസ് അദ്ദേഹത്തിന് ലൂസ് ചെയ്യാം ഈ ഒരു സാഹചര്യത്തിൽ. അല്ലെങ്കിൽ തലയിൽ ബ്ലഡ് പൂളിംഗ് ഉണ്ടാകാം. ഇങ്ങനൊരു സാഹചര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ആ പൈലറ്റിന്, അതായത് ഇദ്ദേഹത്തിന്, ആ തേജസ്സിനകത്തിരിക്കുന്ന പൈലറ്റിന് ബ്ലഡ് പൂളിംഗ് ഉണ്ടായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കോൺഷ്യസ്നെസ് നഷ്ടപ്പെട്ടിരിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയം സംഭവിച്ചിരിക്കാം. യഥാർത്ഥത്തിൽ ഇത് IAF ആണ് പറയേണ്ടത്. ഇത് സംഭവിച്ചിരിക്കാം. അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ്യം സംഭവിച്ചിരിക്കാം. അങ്ങനെയും വിമാനം ക്രാഷാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ സാധ്യതയാണ് പറയുന്നത്. ഇത് സാധ്യതകളിൽ ഒന്നുകൂടെയാണ്, മനുഷ്യൻ്റെ കാര്യമാണ് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ തേജസ് വിമാനം, ഈ വിമാനത്തിന് ഏറ്റവും കൂടുതൽ ഈ തേജസ് ഇന്ത്യയിലേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇതിന് തുരങ്ക വയ്ക്കാൻ ശ്രമിച്ച ഒരു രാജ്യം അമേരിക്കയാണ്. അതുകൊണ്ടാണ് പല മാധ്യമങ്ങളും അമേരിക്കയാണ് ഇതിന് പിന്നിൽ എന്ന് എഴുതുന്നത്. പക്ഷേ അതിൽ വലിയ കഥയൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം അമേരിക്ക യഥാർത്ഥത്തിൽ തേജസ്സിനെ തകർക്കാനായിട്ട് ഇന്ത്യക്കകത്ത് കയറി തേജസ്സിലൊരു പണി നടത്തും എന്നൊന്നും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ നടക്കാത്ത കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്തെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞത് അത്രയ്ക്ക് ടൈറ്റാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് അത്രയ്ക്ക് ടൈറ്റുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ തേജസ് എന്ന് പറയുന്ന വിമാനത്തെ തകർക്കാനായിട്ട് ശ്രമിച്ചത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇത് അമേരിക്ക, അതായത് US-ൻ്റെ കമ്പനിയായിട്ടുള്ള GE എയ്റോസ്പേസ് ആണ് ഈ തേജസ്സിന് എൻജിനുകൾ കൊടുക്കുന്നത്. അതായത് നമ്മുടെ തേജസ് എന്ന് പറയുന്ന വിമാനത്തിന് എൻജിൻ സപ്ലൈ ചെയ്യുന്നത് US-ൻ്റെ GE എയ്റോസ്പേസ് എന്ന് പറയുന്ന കമ്പനിയാണ്. F404 IN20 ജെറ്റ് എൻജിനുകളാണ് തേജസ്സിൽ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും. ഒരുപാട് സംശയങ്ങൾ അപ്പോൾ നിങ്ങൾക്കുണ്ടാകും. നമ്മൾ എന്തിനാണ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് എൻജിൻ വാങ്ങിക്കുന്നത്, നമുക്ക് സ്വന്തമായിട്ട് എൻജിനില്ല എന്നൊക്കെ സംശയങ്ങളുണ്ടാകും. അതെല്ലാം ഞാൻ മറുപടി തരാം. ഇനി അടുത്തതായിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും GEയുമായി ഇത് ഇന്ത്യയിൽ നിർമ്മിക്കാൻ കരാറുണ്ടാക്കി. 2021 99 എൻജിൻ ജെറ്റുകൾ തരാനാണ് കരാറുണ്ടാക്കിയത്. പക്ഷേ ഇന്ത്യ വികസിക്കാതിരിക്കാൻ, തേജസ് വികസിക്കാതിരിക്കാൻ അമേരിക്കയുടെ F-16 ഇത് കിടപിടിക്കുന്ന ഒരു വിമാനമായിരിക്കും തേജസ് എന്ന് പറയുന്നത്. F-16 അത്രയും ഇല്ല തേജസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത്
ലോകരാജ്യങ്ങളിൽ ഡെവലപ്പിംഗ് നേഷൻസിൻ്റെ ഇടയിൽ തേജസ് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് അവരുടെ വിലയിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തേജസ് അവർക്ക് കിട്ടാനുള്ള സാധ്യത അമേരിക്ക മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്തു, ഇത് വൈകിപ്പിച്ചു. അതായത് ഈ GE എയറോസ്പേസ് എന്ന് പറയുന്ന കമ്പനി ജെറ്റ് എൻജിൻ നമുക്ക് നൽകുന്നത് വൈകിപ്പിച്ചു. അങ്ങനെ വൈകിപ്പിച്ചതിന് ശേഷം പരിമിതമായിട്ടുള്ള രീതിയിൽ ഈ ജെറ്റ് എൻജിൻ അല്ലെങ്കിൽ ഈ GE എയറോസ്പേസ് തേജസ്സിന് സപ്ലൈ ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നും നമ്മൾ എന്തിനാണ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ മേടിക്കുന്നത്, നമുക്ക് സ്വന്തമായിട്ട് എൻജിൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നില്ലേ എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു സബ്ജക്റ്റാണ്. ചിലപ്പോൾ അത് പറഞ്ഞാൽ ഇപ്പോഴൊന്നും ഈ വീഡിയോ തീരത്തില്ല. എങ്കിലും വളരെ ചുരുക്കി വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് പറയാം. ഈ എൻജിൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ഫൈറ്റർ ജെറ്റ് എൻജിൻ ഇത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മെഷീനാണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മെഷീനാണ്. ഇതങ്ങനെ ഇങ്ങനെയൊന്നും ഒരു രാജ്യത്തിന് നിർമ്മിക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റില്ല. അതിന് വർഷങ്ങളുടെ റിസർച്ച് വേണം. ഈ എൻജിൻ ഉണ്ടാക്കുന്നതിനും ഈ എൻജിൻ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നതിനും എല്ലാം വർഷങ്ങളുടെ പ്രയത്നം ഒരു രാജ്യത്തിന് വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ എൻജിൻ ജെറ്റ് എൻജിൻ ലോകത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള മെഷീനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം 1500 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1800 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ. രണ്ടാമത്തെ കാര്യം 10,000 മുതൽ 20,000 വരെ RPM, 9G വരെ ഫ്ലൈറ്റ് സ്ട്രെസ്സ്, 80 to 100 kN ത്രസ്റ്റ്, അറ്റോമിക് ലെവൽ മെറ്റലർജി, ഇതിനെല്ലാത്തിനും കൂടി അൺബ്രേക്കബിൾ ആയിട്ടുള്ള റിലയബിലിറ്റിയും വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ സംയോജിച്ചാൽ മാത്രമേ ഒരു എൻജിൻ അവിടെ ജനിക്കുകയുള്ളൂ. അമേരിക്ക അതിൽ കിങ് ആണ്, റഷ്യ പോലും അതിൽ കിങ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്. പ്രധാനമായിട്ടും നമുക്ക് ഒരു എൻജിനുണ്ട്. ആക്ച്വലി നമ്മുടെ എൻജിൻ 80% പൂർത്തിയായിരിക്കുകയാണ്. നമ്മളും റഷ്യയും കൂടെ സംയുക്തമായിട്ട് ചേർന്ന് നിർമ്മിക്കുന്ന കാവേരി എൻജിൻ എന്നാണ്, കാവേരി ജെറ്റ് എൻജിൻ എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ 80% നമ്മൾ പൂർത്തിയാക്കി വച്ചിരിക്കുകയാണ്. റഷ്യയും നമ്മളും കൂടെ സംയുക്തമായിട്ട് റഷ്യയിൽ നിർമ്മിക്കുന്ന എൻജിനാണ് ഈ കാവേരി എൻജിൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്വന്തം ജെറ്റ് എൻജിനാണ് ഈ എൻജിൻ എന്ന് പറയുന്നത്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കാവേരി എൻജിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ത്രസ്റ്റ് സ്വാഭാവികമായിട്ടും കുറവാണ്. അമേരിക്കയുടെ എൻജിൻ്റെ അത്ര ത്രസ്റ്റ് ഇല്ല. 70 to 75 kN മാത്രമേ ഇതിൻ്റെ ട്രസ്റ്റ് നിലവിലുള്ളൂ. തേജസ്സിന് അത് പോരാ, അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഹൈ ടെമ്പറേച്ചർ ടർബൈൻ ബ്ലേഡ് ടെക്നോളജി ഇതിന് കുറവാണ്, ഫ്യൂവൽ എഫിഷ്യൻസി ഇതിന് കുറവാണ്. ഇതെല്ലാം നമ്മൾ പരിഹരിച്ച് വരും. 80% മാത്രമേ നമ്മൾ ഈ എൻജിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇന്ത്യ ഇതിൽ ഒരു ഫെയിലിയർ അല്ല ഈ എൻജിൻ നിർമ്മാണത്തിൽ, പക്ഷേ ഇന്ത്യ അതിൽ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് എന്നേ പണി തുടങ്ങിയതാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പം അമേരിക്ക ലോക സൂപ്പർ പവറായി മാറിക്കഴിഞ്ഞിരുന്നു. അതായത് ആ സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 170 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും നമുക്ക് 70 കൊല്ലം ആയിട്ടുള്ളൂ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഇതിലിങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ US-ൻ്റെ GE എൻജിനുകൾ ലോകത്തിലെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള എൻജിൻ ആയതുകൊണ്ടാണ് ഇന്ത്യ അതിനെ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി റഷ്യയെ എന്തുകൊണ്ട് ഇന്ത്യക്ക് ആശ്രയിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. റഷ്യ ഇന്ത്യക്ക് ആശ്രയിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റഷ്യൻ എൻജിനുകൾക്ക് റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആഫ്റ്റർ സെയിൽസ് കഴിഞ്ഞ് സപ്പോർട്ടില്ല റഷ്യൻ എൻജിൻസിന്. അതായത് സെയിൽസ് നടത്തി കഴിഞ്ഞാൽ പിന്നെ റഷ്യ തിരിഞ്ഞു നോക്കില്ല. എന്തൊരു പ്രശ്നം വന്നാലും പിന്നെ റഷ്യ പരിഹരിക്കാനായിട്ട് വരില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എക്സ്പോർട്ട് രംഗത്ത് വലിയ തടസ്സമുണ്ട് റഷ്യൻ എൻജിനുകൾക്ക്. പിന്നെ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. ഇന്ത്യയുടെ ലോങ് ടേം പ്ലാനാണ് നമ്മുടെ GTRE കാവേരി എൻജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഫ്രാൻസ് സഹായിക്കുന്നുണ്ട്. ആ എൻജിൻ നമ്മൾ പണിയാനായിട്ട് ഫ്രാൻസ് സഹായിക്കുന്നുണ്ട്. 110 kN സൂപ്പർ കാവേരി എൻജിൻ ഒരുങ്ങുന്നുണ്ട്. AMCA MK2 ആൻഡ് ഫ്യൂച്ചർ ഡ്രോൺസ് അതിന് ഇന്ത്യൻ എൻജിൻ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ജെറ്റ് എൻജിൻ ടെക്നോളജി എന്ന് പറയുന്നത് ന്യൂക്ലിയർ സബ്മറൈനുകളെക്കാട്ടിലും ഓരോ രാജ്യങ്ങളും സീക്രട്ടായിട്ട് സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഇത് പുറത്തൊന്നും ആർക്കും കൊടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാം കൂടെ ചേർത്തങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കെന്ത് സംഭവിക്കുന്നത്, നമ്മൾ ഇത് അമേരിക്കയുടെ കയ്യിൽ നിന്നും മേടിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ലോങ് ടേം പ്ലാനിൽ നമ്മുടെ കാവേരി എൻജിൻ വരും. അപ്പോൾ അങ്ങനെയാണ് തേജസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പല മാധ്യമങ്ങളും പറയുന്നത് ഇതിൻ്റെ പിന്നിൽ അമേരിക്കയാണ്. കാരണം തേജസ് വരരുത് എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹം അമേരിക്കയ്ക്കാണ്. പക്ഷേ അതങ്ങനെ നടക്കാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ നമുക്ക്
ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡിഫൻസ് എക്സ്പേർട്ടുകൾ പറയുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാധ്യതയും കുറച്ച് ലോജിക്കലായിട്ടും പറയുന്ന ഒരു സാധ്യതയെന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ബ്ലഡ് പൂളിംഗ് വരാനുള്ള സാധ്യതയുണ്ട് തലയിൽ. പക്ഷേ അതിന് മറുവാദവുമുണ്ട്. കാരണം ഈ പൈലറ്റ് എന്ന് പറയുന്നത് അത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പൈലറ്റാണ്. അദ്ദേഹത്തിന് അങ്ങനെ വരാനുള്ളൊരു സാധ്യതയില്ല എന്ന് പല ആൾക്കാരും മറുവാദവും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കിതിൽ IAF നമ്മുടെ എയർഫോഴ്സ് ഇതിൽ കൃത്യമായിട്ടൊരു വിശദീകരണം തരുന്നത് വരെ നമുക്കിതിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്കിതിനെ ഒന്നും തന്നെ ഒരു കോൺസ്പിറസി തിയറി നമുക്ക് അടിക്കാനായിട്ട് സാധിക്കില്ല. ഒരു കോൺസ്പിറസി തിയറി നമുക്ക് അടിക്കാനായിട്ട് സാധിക്കില്ല. പല മാധ്യമങ്ങളും പല കാര്യങ്ങളും പറയും, സോഷ്യൽ മീഡിയയിൽ പല സംഭവങ്ങൾ വരും, ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നുള്ളതൊക്കെ പല സംഭവങ്ങൾ പറയും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്ലെയിനുകൾ അല്ലെങ്കിൽ ഈ ഫൈറ്റർ ജെറ്റുകൾ ക്രാഷ് ആകുന്നത് ആദ്യത്തെ സംഭവമല്ല. അത് ലോകരാജ്യങ്ങളൊന്നും തന്നെ ആദ്യത്തെ സംഭവമല്ല. ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടാക്കുന്നത് തന്നെ ക്രാഷ് ആവാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഫൈറ്റർ ജെറ്റ് ഫൈറ്റ് ചെയ്യാനാണ് ഉണ്ടാക്കുന്നത്. ആ ഫൈറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഉറപ്പായിട്ടും അത് ക്രാഷ് ആവും, അതിന് കേടുപാടുകൾ സംഭവിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഹെൽമറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ ഗ്യാരണ്ടിയോ വാറണ്ടിയോ ചോദിക്കാറുണ്ടോ ഹെൽമറ്റിന്? കാരണം ഹെൽമറ്റ് നമ്മൾ ഇടുന്നത് എന്തിനാണ്? തലയിൽ ആക്സിഡൻറ്റ് പറ്റിയാൽ എന്താണ്, നമ്മുടെ തല പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഹെൽമറ്റ് തകർന്നു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആക്സിഡൻറ്റ് പറ്റും, ഹെൽമറ്റ് തകരും. ആ തകർന്ന ഹെൽമറ്റും കൊണ്ട് വീണ്ടും വന്നാൽ പുതിയ ഹെൽമറ്റ് കൊടുക്കാൻ പറ്റും? അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫൈറ്റർ ജെറ്റുകൾ അത് ഏത് രാജ്യത്തായിരുന്നാലും ശരി തന്നെയാണ്. ഞാനിത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കൊടികെട്ടിയ യുദ്ധവിമാനമാണ് F-16 എന്ന് പറയുന്നത്. 670 ഹൾ ലോസ് ആക്സിഡൻസ് ആണ് F-16 ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ്? 670 എണ്ണം. ഇത് എത്ര തവണ ക്രാഷ് ആയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ 140 തവണയാണ് ഈ F-16 ക്രാഷ് ആയിട്ടുള്ളത്, അമേരിക്കയുടെ F-16. ഇനി 1975 മുതൽ 2023 വരെ 272 തവണ F-16 തകർന്നിട്ടുണ്ട്. ഇനി F-35 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലെ അതിലും വലിയ കൊടികെട്ടിയ വിമാനമാണ്. F-35 എന്ന് പറയുന്നത് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റാണ്. അപ്പോൾ ഈ ജെറ്റ് 15 തവണ ക്രാഷ് ആയിട്ടുണ്ട്. ഇനി ചൈനയുടെ J-17 എന്ന് പറയുന്ന യുദ്ധവിമാനമുണ്ട്, ചൈന പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന യുദ്ധവിമാനമുണ്ട്. ആ യുദ്ധവിമാനം 7 തവണ ക്രാഷ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ തേജസ് ഇതും കൂടെ ചേർത്ത് 2ാമത്തെ തവണയാണ് ക്രാഷ് ആകുന്നത്. പക്ഷേ ഈ ക്രാഷിൽ ദുരൂഹത ആരോപിക്കുന്ന ആൾക്കാർ പറയുന്ന വേറൊരു വലിയ സംഭവമുണ്ട്. കാരണം നമ്മുടെ തുർക്കിയുടെ സെലിബി എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മുടെ വിമാനങ്ങളുടെ അണ്ടർഗ്രൗണ്ടിൽ, അതായത് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കമ്പനി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോൾ തുർക്കി ഡ്രോണുകൾ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് അയച്ചില്ല. അപ്പോൾ ഈ കമ്പനിയോട് പൂട്ടിക്കെട്ടി പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇവിടെയുള്ള പല ആൾക്കാരും പറഞ്ഞു, തുർക്കിയുടെ ഒരു കമ്പനി ഉറപ്പായിട്ടും ഈ അണ്ടർഗ്രൗണ്ടുകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഫ്ലൈറ്റുകളിൽ എന്തെങ്കിലുമൊക്കെ തിരിമറി നടത്താൻ സാധിക്കും എന്നാണ് കൃത്യമായിട്ട് അന്ന് പല ആൾക്കാരും ഇവിടെ പറഞ്ഞിരുന്നത്. അത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അഹമ്മദാബാദിലൊരു ഫൈറ്റ് ക്ലാഷ് ഉണ്ടായി. 240-ലധികം പേര് മരണപ്പെട്ടു, ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്കൊന്നും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ഇതിൽ ദുരൂഹത ആരോപിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. പക്ഷേ അങ്ങനെ ആരോപിക്കുന്നത് ഈ ഘട്ടത്തിൽ ശരിയല്ല. അതെല്ലാം കോൺസ്പിറസി തിയറികൾ മാത്രമാണ്. ഞാനിവിടെ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ഡിഫൻസ് എക്സ്പേർട്ടുകൾ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്, പരിണിതപ്രജ്ഞരായിട്ടുള്ള ഡിഫൻസ് എക്സ്പേർട്ടുകളും വിമുക്ത ഭടന്മാരും വിമുക്ത എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എന്താണ് പറഞ്ഞത്, ആ സാധ്യതകളാണ് ഞാനിവിടെ പറഞ്ഞത്. അല്ലാതെ ഇതൊന്നും കോൺസ്പിറസി തിയറികളല്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ശരി.